ഹലോ നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരനുഭവമാണ്. ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യാൻ നേരത്ത്, ചെന്നൈയിൽ എൻ്റെ ഗുരുവിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ നേരത്ത് 2005 ഞാൻ സൂപ്പർവൈസിങ് ചെയ്തതിനകത്ത് ഒരു 40 പേരോളം ഉണ്ടായിരുന്നു. ഒരു സൈഡ് മുഴുവനും ലേഡീസ്, അസംബ്ലിങ്, PCB അസംബ്ലിങ്, സോൾഡറിങ്. അത് BTech-കാരുണ്ട്, MTech-കാരുണ്ട്, ഒന്നും അറിയാൻ പാടാത്തവരുണ്ട്. എല്ലാവരും പഠിക്കാത്തവരാണെങ്കിൽ അവർ സോൾഡറിങ് ചെയ്യും. അവരുടെ എക്സ്പീരിയൻസ് ആണത്. സോൾഡറിങ്, കട്ടിങ്, അസംബ്ലിങ് എല്ലാം ചെയ്യും. ഞാനിട്ടിരിക്കുന്ന ഇതേപോലെ ടേബിള്, ഇതിൻ്റെ നേരെ ലൈനായിട്ട് ടേബിളാണ്. അതിൻ്റെ രണ്ട് സൈഡിലും പെണ്ണുങ്ങളും ആണുങ്ങളും അസംബ്ലിങ്ങാണ്, ആംപ്ലിഫയർ അസംബ്ലിങ്ങാണ്. പിന്നെ അടുത്തത് ഇത് സൈസ് ഏതാണ്ട് നല്ല ഒരു ടെന്നീസ് കോർട്ട് അത്രം അളവിലുള്ള ഏരിയ, അത്ര ഏരിയ ഉണ്ട്. ഒരു സൈഡ് മുഴുവനും സ്പീക്കർ ബോക്സ്, അസംബ്ലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ഇവർക്ക് രണ്ടുപേർക്കും 2 ലൈനായിട്ട് ട്യൂബ് ലൈറ്റ് ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നേരെ ഇവരെ കണ്ട് എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ട് നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈറ്റ് വെളിച്ചം കുറവാണ്. അപ്പം ഞാനെന്ത് ചെയ്തു, ഒരു ട്യൂബൊക്കെ സംഘടിപ്പിച്ച് ഞാൻ മേളിൽ കയറി ട്യൂബെല്ലാം ഫിറ്റ് ചെയ്ത്. അപ്പം ഇവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മേളിൽ കയറി ഞാൻ അപ്പോൾ ഈ ലൈൻ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. സ്വിച്ച് ഓഫ് ചെയ്താൽ എല്ലാ ലൈനും പോകും. ഈ ലൈൻ റോ മുഴുവനും ഒറ്റ സ്വിച്ചാണ്, സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് നമ്മളെങ്ങനെ ഫേസ് ന്യൂട്രൽ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ ഒരു ട്യൂബ് ലൈറ്റിന് എങ്ങനെ കണക്ഷൻ കൊടുക്കും, അതാണ് ഇന്നത്തെ ക്ലാസ്. അതിനു വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ അത് പറയാനുള്ള കാരണം, ഞാൻ പറഞ്ഞല്ലോ അവിടെ BTech MTech പഠിച്ച കുട്ടികളാണ് ഈ ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്യണത് എല്ലാവരും. അപ്പോൾ അതിൽ ടാലൻ്റ് ആയിട്ടുള്ളൊരു പയ്യനുണ്ട്. അവനാണ് ഫൈനലായിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തരുന്നത്. ഞാനാണത് ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റാണോ നോക്കി ടോപ്പ് കവർ സീൽ ചെയ്ത് സൈൻ ചെയ്ത് സീൽ ചെയ്യണത്. അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പം ആ പയ്യൻ ഞാൻ ചെയ്യുന്നതെല്ലാം നോട്ട് ചെയ്യണുണ്ടായിരുന്നു. നോട്ട് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ അതെങ്ങനെയാണ് ലൈൻ ഓഫ് ചെയ്യാണ്ട് എങ്ങനെ ട്യൂബ് ലൈറ്റിന് കണക്ഷൻ കൊടുത്ത്? അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് സാധാരണ കാര്യമാണ്, പക്ഷെ അവർക്കത് വലിയ കാര്യമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ഇവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാണ്. പഠിച്ചാലും ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമൊന്നും എനിക്കറിയില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു പയ്യൻ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് പറയണത്. അല്ലെങ്കിൽ ഞാനത് അറിയില്ല. അതൊരു വലിയ വിഷയമല്ല, അതൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയില്ലായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നത് കൊണ്ട് മാത്രം നിങ്ങളോട് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യേണ്ടത്, നമുക്ക് നോക്കാം. ഓക്കെ. ഒരു ബൾബുണ്ട്, 200 വാട്ട്സിൻ്റെയാണ്. ലൈനിൽ കുത്തി 2 വയർ എടുത്തിട്ടുണ്ട്, ഫേസും ന്യൂട്രൽ ഉണ്ട്. പ്ലഗ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്ലഗ് ചെയ്യാൻ പോകണം. ഓക്കെ, 2 പിന്നാണ്. അപ്പോൾ നമുക്ക് ഫേസ് ഏതാ ന്യൂട്രൽ ഏതാണെന്ന് ഇവിടെ നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ ലൈൻ കൊടുത്ത് നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം, കുഴപ്പമില്ല. ഫേസ് ന്യൂട്രൽ, ഫേസ്. നമ്മൾ ഒരിക്കലും കറണ്ടിനെ പേടിക്കരുത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോയി കറണ്ടിൽ പോയി ആരും തൊടരുത്. കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ജാഗ്രത. അതായത്
എന്താണ് പറയുന്നത്, കൊറോണ വന്നപ്പോൾ എന്താണ് പറഞ്ഞിരുന്നല്ല, ഭയമല്ല നമുക്ക് വേണ്ടത്, എന്തോന്ന് പറഞ്ഞായിരുന്നു, ഓർക്കുന്നില്ല. അത് അത് വിട്. അപ്പോൾ ഇപ്പോൾ നമുക്കിത് ന്യൂട്രൽ ആണ്, ഇത് ഫേസ്, ഇത് ന്യൂട്രൽ. മെയിനായിട്ട് ഇതുപോലത്തെ പണി ചെയ്യുമ്പോൾ നമ്മൾ തറയിൽ ചവിട്ടരുത് കാല്, ഒന്നെങ്കിൽ ചെരുപ്പ് ഇല്ലെങ്കിൽ ടേബിള് എന്തെങ്കിലും ഒന്ന് വേണം. നമ്മൾ ഭൂമിയായിട്ട് സ്പർശനം പാടില്ല, അതാണ് മെയിൻ. ഇപ്പം ഇത് ഫേസ് ആണ്, വേണ്ട ഫേസ് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് തൊടാം. ഇത് ഫേസ് ഉണ്ട്, ലൈനുണ്ട്, നമുക്ക് വേണം ബൾബ് കത്തിക്കാം. ഉണ്ടാ ബൾബ് കത്തി അല്ലേ? അപ്പോൾ ഇതിൽ ലൈനുണ്ട്, വേണ്ട ഫേസ്, ഇത് ന്യൂട്രൽ, ഇത് ഫേസ്, ഇത് ന്യൂട്രൽ. രണ്ടും കൂടി തൊട്ടാൽ ഷോക്ക് അടിക്കും. ഓക്കെ, രണ്ടും കൂടി തൊട്ട് കഴിഞ്ഞാൽ സ്പാർക്കാവും, ഫ്യൂസ് പോവും. അപ്പോൾ ഇത് ഫേസ്, ഇത് ന്യൂട്രൽ. പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ലൈൻ എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. കാല് താഴ്ത്തോടാം. ഇപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കാൻ, ചെരുപ്പിട്ടിട്ടില്ല. ഞാൻ പണ്ട് മുതൽ സർവീസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഒരു ശീലം, അത് ചെറുപ്പം മുതൽ നമ്മൾ സർവീസ് തുടങ്ങുമ്പോഴേ അത് ശീലിക്കണം. നമ്മൾ മരത്തിൻ്റെ, ഞാൻ ഇത്ര നാൾ ഈ ചെയർ വാങ്ങിയിട്ട് 2017 ഈ ചെയർ വാങ്ങുന്നത്. അതിന് മുന്നേ വരെ ഞാൻ മരത്തിൻ്റെ സ്റ്റൂളിലാണ് ഇരുന്ന് പണി ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പം ആ സ്റ്റൂളിൽ താഴെ ഒരു അഴി ഉണ്ടാവുമല്ലോ, ഒരു താഴത്തിങ്ങനെ നമ്മുടെ കാല് കഴിഞ്ഞിട്ട് ഒരു റീപ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ, ആ റീപ്പറിൻ്റെ മേലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാല് വരും. അങ്ങനെ വരണം, അങ്ങനെ ശീലിക്കണം. കുട്ടികൾ പഠിച്ച് തുടങ്ങുമ്പോൾ അങ്ങനെ ശീലിക്കണം. കാല് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്ലഗ് ചെയ്യണതിന് മുന്നേ ഓട്ടോമാറ്റിക്കായിട്ട് കാല് പോകും. നമ്മളിപ്പോൾ ബൈക്കൊക്കെ ഓടിക്കില്ല, ബൈക്ക് കാറൊക്കെ ഓടിക്കാൻ നേരത്തെ എങ്ങനെ നമ്മൾ ക്ലച്ചും ബ്രേക്കൊക്കെ പിടിക്കണം, നമ്മൾ അറിഞ്ഞിട്ടാണ് പിടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഒരു പണി ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കാല് അതിൻ്റെ മുകളിലേക്ക് പോകും. അത് കാരണം ഷോക്ക് അടിക്കാറേ ഇല്ല. അപ്പോൾ നമ്മൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അത് താനേ അത് കാലം മേലോട്ട് പോകും. ഇപ്പം ഞാനെങ്ങനെ വെച്ചിരിക്കുന്ന ഈ ചെയറിന്, ഇത് ഇപ്പോൾ ഇരുമ്പിൻ്റെ ആണ് അതിൻ്റെ ഫ്രെയിം, പക്ഷെ അടിയിൽ വീലുണ്ടല്ലോ, ആ വീല് റബ്ബറാണ്. അത് കാരണം ഭൂമിയായിട്ട് നമുക്ക് ബന്ധമില്ല, ചെയർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ടേബിളാണെങ്കിൽ ടേബിളിൻ്റെ കാലെല്ലാം ഇരുമ്പാ, ടേബിള് പലകയല്ലേ, കാരണം ടേബിൾ നമ്മൾ കൈവെക്കണോണ്ട് കുഴപ്പമില്ല. ഇരുമ്പൊന്നും പാടില്ല, അത് മാത്രം നമ്മൾ നോക്കണം. അതെല്ലാം ശ്രദ്ധ നമുക്ക് വേണം. നമ്മളൊരു ടേബിൾ ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഇപ്പം ഇതിനകത്ത് ഫേസ് ന്യൂട്രൽ ഏതാണെന്ന് എനിക്കറിയില്ല അല്ലേ, ഒന്നും അറിയില്ല. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് ഫേസ്, ഇതാണ് ഫേസ് എന്നൊന്നും അറിയില്ല. എന്തോ ആയിക്കോട്ടെ, നമുക്കത് അറിയേണ്ട കാര്യവും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ലൈൻ, ഇപ്പോൾ ഇത് ട്യൂബ് എന്തെങ്കിലും ഒരു സാധനം, ഇലക്ട്രിക്കിൻ്റെ എന്തെങ്കിലും സാധനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ലൈൻ കൊടുത്ത് അല്ലേ, ഇത് ഫേസാണോ എന്താണെന്ന് അറിയില്ല, കൊടുക്കുക, തിരിച്ചു കൊടുത്ത്. ഉടനെ എല്ലാവരും പോയി ചെയ്യാൻ നിൽക്കരുത്, ധൈര്യം വേണം. ആദ്യം എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കണം. ചുമ്മാ പോയി ലൈൻ കൊടുത്ത് പണി കിട്ടരുത്. അപ്പോൾ ഒരെണ്ണം കൊടുത്ത് ഇനി അടുത്ത ലൈനിലാണ് പണിയിരിക്കുന്നത്. ഒരെണ്ണം കൊടുക്കണ എല്ലാവരും ചെയ്യും, അതൊന്നും വലിയ കാര്യമില്ല. രണ്ടാമത്തെ ലൈൻ കൊടുക്കുമ്പോൾ ഇതൊരെണ്ണം ഫേസ് ആയിരിക്കും, ഒരെണ്ണം ന്യൂട്രൽ ആയിരിക്കും. അതെങ്ങനെ വരുന്നത്, ഇപ്പം ഇത് ഫേസ് ആണെങ്കിൽ ഈ ഫേസ് ബൾബ് വഴി പോയി റിട്ടേൺ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതാണ് ഫേസ് എങ്കിൽ ഫേസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ഇത് ന്യൂട്രലാണ്. അപ്പം രണ്ടും കൂടി തൊട്ട് കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. ചിലപ്പോൾ അതിനകത്ത് രക്ഷപ്പെട്ട് വരില്ല. ഇത് ഫേസാണ്, അതായത് ഈ ലൈൻ അവിടുന്ന് വരുന്ന ഫേസ്. അപ്പം ഇത് ഇവിടെ ന്യൂട്രൽ ഉണ്ട്. ഓക്കെ, ഇത് ന്യൂട്രൽ, ഇവിടുന്ന് വരുന്ന ലൈൻ ഫേസാണ്. ഇത് രണ്ടും കൂടി മുട്ടിച്ചാൽ ബൾബ് കത്തണം, ഉണ്ടോ? ശരിയല്ലേ? ബൾബ് കത്തുമ്പോൾ അവിടെ വീഡിയോ കാണാൻ പറ്റുമോ അറിയില്ല. ബൾബ് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. കാണാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലേ, നോക്കട്ടെ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ശരി, അപ്പം ഞാൻ ഇരിക്കട്ടെ. അപ്പം ഇതാണ് ഫേസ്, ഇത് ന്യൂട്രലാണ്. രണ്ടും കൂടി തൊട്ട പണി ഉറപ്പാണ്. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബിനെ നമ്മൾ കത്തിക്കണം. ഉണ്ടോ? ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒന്നായിരിക്കും, ഫേസും ഉണ്ടാവില്ല ന്യൂട്രലും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് പിരിച്ചു കൊടുക്കുക, പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിനാണ്
അവർക്ക് ഡൗട്ട് തോന്നിയ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 200 വാട്ട്സ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാ. ആ, അത് മനസ്സിലായല്ലോ. അപ്പോൾ കറണ്ടിനെ ആരും പേടിക്കരുത്, എല്ലാവരും സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനെ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലും തൊട്ടാ ഇതിലും തൊടാം, ഒന്നും ആവില്ല. ഓക്കെ, അപ്പം ജാഗ്രത എല്ലാവരും. ഓടിപ്പോയി ഇതുപോലെ ചെയ്ത് നോക്കരുത്. ആദ്യം കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ട്രെയിനിങ് ആണ്, അതായത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ധൈര്യമായിട്ട് ചെയ്യണത്. ഒന്നും ആവില്ലെന്നുള്ള വിശ്വാസവും ഉറപ്പും 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആ ഉറപ്പും വിശ്വാസവും നിങ്ങൾ കൈവരിക്കണം. കൈവരിക്കണം എന്ന് പറഞ്ഞാൽ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വേണം ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഓടിപ്പോയി ഇതുപോലത്തെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ആ ലൈറ്റ് തെളിഞ്ഞെന്നുള്ള ഉറപ്പ് വരണം, എന്നിട്ട് വേണം പിടിച്ച് തിരിക്കുക, ലൈൻ കൊടുക്കാനായിട്ട്. അത് അണഞ്ഞു പോയാൽ നമുക്ക് ഷോക്കടിക്കും. അത് തെളിഞ്ഞ് തന്നെ നിൽക്കണം, അപ്പോൾ വേണം നമ്മൾ കൂട്ടിപ്പിടിക്കാനായിട്ട്. അത് അണഞ്ഞു പോണ സമയത്താണ് നമ്മൾ കൂട്ടിപ്പിടിക്കണമെങ്കിൽ അടി ഉറപ്പാണ്, ഒരു മാറ്റവും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിച്ച് അടുത്ത വീഡിയോ കാണാം. ജയ് ഹിന്ദ്.